ശ്രീ കെ സുരേന്ദ്രൻ, PM ശ്രീയിലേക്ക് തൽക്കാലമില്ല. PM ശ്രീ തൽക്കാലം മരവിപ്പിക്കുന്നു. ഒരു റിവ്യൂവിന് ശേഷമേ അതിൽ ആലോചനകൾ നടത്തുകയുള്ളൂ. റിവ്യൂക്കായൊരു മന്ത്രിസഭാ സമിതിയെ നിശ്ചയിച്ചിരിക്കുകയാണ്. 7 മന്ത്രിമാരുടെ അടങ്ങുന്ന സമിതി. അവരത് പരിശോധിച്ച ശേഷം PM ശ്രീയിലെ കുഴപ്പങ്ങളും ഗുണങ്ങളും ഒക്കെ പരിശോധിക്കും. ഏതായാലും കേന്ദ്രത്തിന് കത്തയക്കാൻ പോകുന്നു. തൽക്കാലം ഞങ്ങളില്ല എന്ന്. അതിനോട് എങ്ങനെയാണ് അങ്ങ് പ്രതികരിക്കുന്നത്? ഇത് വളരെ ഒരു തട്ടിപ്പാണ് ഇപ്പോൾ നടക്കുന്നത്. കാരണം ഈ തദ്ദേശ തെരഞ്ഞെടുപ്പും നിയമസഭാ തെരഞ്ഞെടുപ്പും മുന്നിലുള്ളത് കൊണ്ട് ഇതൊരു വലിയ വിവാദമായപ്പോൾ ആളുകളെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ടുള്ള ഒരു തട്ടിപ്പാണ് നടക്കുന്നത്. യഥാർത്ഥത്തിൽ ഒരു കരാറിൽ സർക്കാർ ഒപ്പിട്ടതിന് ശേഷം, അത് കേന്ദ്ര ഗവൺമെന്റുമായിട്ട് ഒപ്പിട്ടതിന് ശേഷം ഞങ്ങൾ അതിനെപ്പറ്റി പഠിക്കാൻ പോകുന്നു എന്ന് പറയുന്നത് ലോക ജനാധിപത്യ ചരിത്രത്തിൽ തന്നെ ആദ്യമായിട്ടായിരിക്കും. കരാർ ഒപ്പിട്ടതിന് ശേഷം ഞങ്ങൾ അതിന്റെ കുറ്റവും കുറവും കണ്ടുപിടിക്കാൻ 8-7 മന്ത്രിമാരെ വെച്ചു എന്ന് പറയുന്നത് തന്നെ ഇത്രയും ആഭാസകരമായ ഒരു നടപടി നമ്മൾ ഒരു ജനാധിപത്യത്തിലും കണ്ടിട്ടില്ല. ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഇത് അത്ര എളുപ്പമല്ല. അല്ല, ഞാൻ ചോദിക്കല, അതൊക്കെ അവരുടെ കാര്യങ്ങളല്ലേ. ഞാൻ സർക്കാരിന്റെ രീതിയില്ലേ ശ്രീ കെ സുരേന്ദ്രൻ? അത് പാലിക്കപ്പെട്ടിട്ടില്ല. എന്തിനായിരുന്നു ഇത് പഠിച്ചിട്ട് ഒപ്പിട്ടാ മതിയായിരുന്നില്ലേ? എന്തിനായിരുന്നു ഇത്ര ഒളിച്ചുകളി? രണ്ടാമത്തെ കാര്യം, ഇത് അത്ര എളുപ്പത്തിൽ പിന്മാറാൻ പറ്റുന്നതല്ല. ഇന്നും മുഖ്യമന്ത്രി കരാറിൽ നിന്ന് പിന്മാറുമെന്ന് പറഞ്ഞിട്ടില്ല. തൽക്കാലത്തേക്ക് ഒരു കത്തയച്ച് ഈ കാര്യങ്ങളൊക്കെ പരിശോധിച്ച്, അല്ലാതെ PM ശ്രീ കരാറിൽ നിന്ന് സംസ്ഥാന ഗവൺമെന്റിന് ഇനി പിന്മാറാൻ കഴിയില്ല. അതിപ്പോ തൽക്കാലത്തേക്ക് തീരുമാനം ശ്രീ സുരേന്ദ്രൻ ആയിക്കോട്ടെ, അറിയിച്ചുകൊണ്ട് ഒരു കാര്യമില്ലെന്ന് ആ MOUയിൽ വളരെ വ്യക്തമായി പറഞ്ഞില്ലേ എന്തിനാണ് സംസ്ഥാന ഗവൺമെന്റ് ഇത് മറച്ചു വെക്കുന്നത്. MOUയിൽ ആദ്യ ഭാഗത്ത് തന്നെ പറഞ്ഞില്ലേ അങ്ങനെ സംസ്ഥാനത്തിന് പിന്മാറാൻ കഴിയില്ല. കേന്ദ്രം വയ്ക്കുന്ന മാനദണ്ഡങ്ങൾ ലംഘിച്ചാൽ കേന്ദ്രത്തിന് പിന്മാറാമെന്നല്ലാതെ സംസ്ഥാന ഗവൺമെന്റ് ഇത് പിന്മാറാൻ കഴിയില്ല. മാത്രമല്ല, PM ശ്രീ പദ്ധതി ഈ ഒരു തരത്തിലും ഈ നാട്ടിലെ ജനങ്ങളെ സംബന്ധിച്ച്, വിദ്യാർത്ഥികളെ സംബന്ധിച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമല്ല. അത് ഇന്ന് മുഖ്യമന്ത്രി ഒരു വാചകം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് മറുപടി ഇല്ലാത്തത് കൊണ്ടല്ല ഞാനിപ്പോ പറയുന്നില്ല എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? ഇതെല്ലാം മനസ്സിലാക്കിയിട്ട് തന്നെയാണ് മുഖ്യമന്ത്രിയും വിദ്യാഭ്യാസ മന്ത്രിയും ഇത് അപകടമില്ലാത്ത കാര്യമാണ്, പ്രത്യേകിച്ച് കുട്ടികൾക്ക് നല്ല ഗുണമുള്ള കാര്യമാണെന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാണ് കരാറിൽ ഒപ്പിട്ടത്. പക്ഷെ രാഷ്ട്രീയ സമ്മർദ്ദങ്ങൾ അവർക്ക് അതിജീവിക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതും വോട്ട് ബാങ്കിന് വേണ്ടിയിട്ട് അവർ ഈ കാര്യങ്ങൾ ചെയ്യാണ്. ഇവിടെ ആരോ പറയുന്നത് കേട്ടോ, കോൺഗ്രസ് ഭരിക്കുന്ന ഗവൺമെന്റ് എല്ലാം ഒപ്പിട്ടല്ലോ, അവിടെ എല്ലാം നടക്കുന്നുണ്ടല്ലോ, അതിനൊന്നും ആർക്കും പരാതിയില്ലല്ലോ. കേരളത്തിൽ വരുമ്പോ ഇത് കേരളമാണെന്നുള്ള ഒരു പ്രചരണം, ഈ ലെഫ്റ്റിന്റെ നിലപാട് ഈ രാജ്യത്തിന്റെ നിലപാടിനെതിരാണ്. അതാണ് പ്രശ്നം. ആ പൊളിറ്റിക്കൽ പോയിന്റ് ആണ്. ലെഫ്റ്റ് എന്താണോ ചിന്തിക്കുന്നത്, രാജ്യം അതിനെതിരായിട്ടാണ് ചിന്തിക്കുന്നത്. നമ്മൾ കമ്പ്യൂട്ടർ വന്നപ്പോൾ എതിർത്തു, അതുപോലെ ഡിജിറ്റലൈസേഷനെ എതിർത്തു, നമ്മൾ GST എതിർത്തു, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ എതിർത്തിട്ട് അവസാനം എല്ലാം അംഗീകരിക്കുന്ന സ്ഥിതിയാണുള്ളത്. ട്രാക്ടറിനെ തടഞ്ഞ പാർട്ടിക്കാരാണ് ഇവിടെ ഭരിക്കുന്നത്. ഇപ്പൊ നമ്മൾ അതെല്ലാം അംഗീകരിച്ച് ഒരു 10 കൊല്ലം എടുക്കും അവർക്ക് ഇതെല്ലാം അംഗീകരിക്കാൻ. ഇപ്പൊ തന്നെ 4 കൊല്ലം നഷ്ടമായി. സത്യത്തിൽ കേരളത്തിലെ വിദ്യാർത്ഥികളോട് ചെയ്യുന്ന, രക്ഷിതാക്കളോട് ചെയ്യുന്ന, വിദ്യാഭ്യാസ സമൂഹത്തോട് ചെയ്യുന്ന അങ്ങേറ്റത്തെ അനീതിയാണിത്. പക്ഷേ പ്രതിപക്ഷം പറയുന്നത് BJP ആണ് വലുത്, CPI-യേക്കാൾ വലുത് BJP ആണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ എന്നുള്ളതാണ്. നിങ്ങൾ തമ്മിലുള്ള ഒത്തുകളിയാണ് എന്നുള്ള ആരോപണവുമുണ്ട്. അതിനോടുള്ള മറുപടി എന്താണ്? അല്ല, ഞാൻ ചോദിക്കട്ടെ സ്മൃതി, രാജസ്ഥാനിൽ ഒപ്പിട്ടത് BJP പറഞ്ഞിട്ടാണോ? കർണാടകയിൽ ഒപ്പിട്ടത് BJP പറഞ്ഞിട്ടാണോ? ഹിമാചൽ പ്രദേശിൽ ഒപ്പിട്ടത് BJP പറഞ്ഞിട്ടാണോ? തെലങ്കാനയിൽ ഒപ്പിട്ടത് BJP പറഞ്ഞിട്ടാണ്. കോൺഗ്രസിന് എന്ത് ഐഡിയോളജിയാണുള്ളത്? ഈ ലീഗുകാർ ഇവിടെ പറയുന്നുണ്ട് ഭയങ്കര വലിയ വർത്തമാനം. ലീഗിന്റെ പ്രധാന മുഖ്യ കക്ഷിയായിട്ടുള്ള UDF-ലെ മുഖ്യ കക്ഷിയായിട്ടുള്ള കോൺഗ്രസിന് ആകെ ഇപ്പൊ 3 സ്ഥലമേ ഉള്ളൂ. നേരത്തെ രാജസ്ഥാൻ ഉണ്ടായിരുന്നു, അതും ഒപ്പിട്ടിട്ടാണ് അവർ പോയത്. അതുകൊണ്ട് കോൺഗ്രസ് ആളുകളെ പറ്റിക്കുകയാണ്. ഇത് സത്യത്തിൽ 3 സംസ്ഥാനങ്ങൾക്കൊഴിച്ച് ബംഗാൾ, തമിഴ്നാട്, കേരളം, അവര് ആന്റി ഇന്ത്യൻ, ആന്റി നാഷണൽ നിലപാടുകളാണ് പല കാര്യങ്ങളിലും അവർ സ്വീകരിക്കുന്നത്. അവർ ഇലക്ഷൻ കമ്മീഷനെ വിശ്വസിക്കുന്നില്ല, അവർ പാർലമെന്റ് സ്തംഭിപ്പിക്കാൻ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ രാഹുൽ ഗാന്ധിയുടെ പ്രസംഗം കേട്ടിട്ട് കോൺഗ്രസുകാരൊക്കെ ഒപ്പിട്ടു, ബാക്കി മമതാ ബാനർജിയും തമിഴ്നാടും കേരളവും. ഇത് കേരളത്തിന് വൈകാതെ നടപ്പാക്കേണ്ടി വരും. അപ്പൊ ഈ നഷ്ടത്തിന് ആരും ഉത്തരം പറയും? അതുകൊണ്ട് ഇതൊരു ഐഡിയോളജിക്കൽ ഇഷ്യൂ ആയിട്ട് ഞാൻ കാണുന്നില്ല. Debate with Smriti Parithikar.